ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾ എപ്പോഴും എല്ലാ കാര്യങ്ങളൊന്നും നമ്മളോട് ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞോളണമെന്നില്ല. അത് വിചാരിച്ച് അവരുള്ളിൽ എന്തൊക്കെയോ സീക്രട്ട് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്നല്ല കേട്ടോ പറയുന്നത്. അവരുടെ ചില ഫീലിങ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചില ഫീലിങ്സ് ഒക്കെ അവർ നമ്മളടുത്ത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ പകരം അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഒന്നായിരിക്കും, പക്ഷെ നമ്മളോട് എക്സ്പ്രസ് ചെയ്യുന്നത് അതൊരു ഇൻഡയറക്റ്റ് വേയിലായിരിക്കും. ശരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കും എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരിങ്ങനെ ചെയ്യാനുള്ളതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ പെയിൻ ഉണ്ടാവുമ്പോൾ, അവർ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് വരുമ്പോൾ, ഇവർക്ക് എങ്ങനെയാണ് നിങ്ങളോട് ഇത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് അറിയാണ്ടിരിക്കുമ്പോൾ ഒക്കെയാണ് അവർ ഈ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെടുത്ത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതിന് പിന്നിലെ മറ്റൊരു കാരണം, അവരിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനെ ഏത് രീതിയിൽ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യോ, അവരെ കളിയാക്കോ, ഈ രീതിയിലൊക്കെയുള്ള സംശയങ്ങളും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു പെൺകുട്ടി നിങ്ങളോട് ഇൻഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ കാണിക്കുന്ന 5 കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ ഒരു 5 കാര്യങ്ങൾ അവർ നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം, അതായത് സൈക്കോളജിക്കലി അത് മീൻ ചെയ്യുന്നത് അവർ നിങ്ങളടുത്ത് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, നീ ഓക്കെ അല്ലേ? അവരുടെ ഒരു നോർമലി ഉള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾ അവരോട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ ഓക്കെയാണ്, ഐ ആം ഫൈൻ. ഈ രീതിയിൽ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് അവരുടെ ഒരു പെരുമാറ്റവും അപ്പോഴത്തെ ഒരു ബിഹേവിയറും അവരുടെ ആ ഒരു ഐ ആം ഫൈൻ എന്ന് പറയുന്ന സംസാരത്തിൻ്റെ ടോണും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവരത്ര ഓക്കെ ഒന്നും അല്ല. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളടുത്ത് അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് സമ്മതിക്കാനുള്ള അവരുടെ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു ചെറിയ മടി കാരണമാണ് അവർ ഈ രീതിയിൽ ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. കാരണം നോർമലി നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് വേറൊരാൾക്ക് നമ്മളെ കണ്ടാൽ തോന്നും അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് സ്ത്രീകളോട് നമ്മൾ ചോദിക്കുന്നത് എപ്പോഴാണ് അവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിട്ടാവില്ലേ? അപ്പോൾ അവർ ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം അവർക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ രീതിയിൽ നിങ്ങളടുത്ത് ബിഹേവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഇൻസ്റ്റെഡ് ഓഫ് വേർഡ്സ്. അതായത് അവർ മേ ബി അവരുടെ ഒരു പ്രശ്നം നിങ്ങളടുത്ത് കുറേ തവണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം നമ്മളിത് അവൾ എന്തൊക്കെയോ പറയുന്നു എന്നുള്ള രീതിയിൽ നമ്മളത് വല്ലാണ്ട് കാര്യമാക്കാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി അവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കില്ല. നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇവളുടെ സ്വഭാവം മാറുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സൈലൻ്റ് ആവുന്നു, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് എന്താ എനിക്ക് വിളിക്കാത്ത, അല്ലെങ്കിൽ എന്താ എന്നോട് സംസാരിക്കാത്ത, ആ രീതിയിലൊക്കെ ബിഹേവ് ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് അതൊന്നും ചോദിക്കാതെ ആവുന്നു, അവളുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നു. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇവൾക്ക് എന്താ സംഭവിച്ചത്, ഇനി വേറെ വല്ല എന്തെങ്കിലും റിലേഷൻ ആയോ, എന്നോടുള്ള ഇൻട്രസ്റ്റ് പോയോ, ഈ രീതിയിലൊക്കെ പുരുഷന്മാർക്ക് എപ്പോഴും സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് എന്തോ ഹേർട്ടായിട്ടുണ്ട്. ആ ഹേർട്ടായ കാര്യം അവൾ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രമിച്ചിട്ടും നിങ്ങൾ അങ്ങോട്ടേക്ക് വല്ലാണ്ട് മൈൻഡ് കൊടുക്കാതിരുന്നപ്പോൾ അവളായിട്ട് തന്നെ മാറി, അല്ലെങ്കിൽ അവളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്താണ് നിന്റെ പ്രശ്നം എന്നുള്ളത് ചോദിക്കാം. അവർ പറയില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റേജിലേക്ക് അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യം തുറന്നു പറയാൻ. കാരണം അവരൊരു മരവിച്ച അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് അവരപ്പോൾ ഉണ്ടായിരിക്കുക. അവർക്ക് ഒന്നും സംസാരിക്കണം എന്നുണ്ടാവില്ല, ആരോടൊന്നും പറയണം എന്നുണ്ടാവില്ല, പരാതികൾ ഉണ്ടാവില്ല, പരിഭവങ്ങൾ ഉണ്ടാവില്ല, ഈ രീതിയിലായിരിക്കും. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിലുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, എക്സ്പെക്ടിങ് യു ടു നോട്ടീസ് സ്മോൾ തിങ്സ്. അതായത് അവരുടെ ലൈഫിൽ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യും അവരുടെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മുടെ പാർട്ട്ണർ നോട്ടീസ് ചെയ്യണം എന്നുള്ളത്. അതായത് ഇപ്പം അവർക്ക് എന്തെങ്കിലും വിഷമം വരുന്നു, അല്ലെങ്കിൽ അവരുടെ മൂഡ് ചേഞ്ച് ആവുന്നു, അവർ അപ്സെറ്റ് ആവുന്നു, ഇതൊക്കെ നമ്മുടെ പാർട്ട്ണർ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കണമെന്നും അതേപോലെ അവർ നമ്മളെ കെയർ ചെയ്യണമെന്നും എന്നൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അതൊരിക്കലും നിങ്ങളടുത്ത് ഓപ്പണായിട്ട് പറയില്ല.
അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ ബിഹേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നതായിട്ടും അവർ ട്രിഗർ ആവുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇത് ശരിക്കും അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്ക് സിക്സ്ത് സെൻസ് ഒന്നും ഇല്ലല്ലോ അവരെന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. നിനക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് നീ എന്നോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കത് സാധിപ്പിച്ചു തരാനായിട്ട് കഴിയും. അല്ലാതെ നമ്മൾ ഉള്ളിൽ വെച്ച് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും, നമുക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് നിങ്ങൾ ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി 4ാമത്തെ കാര്യം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺസ് ആണ്, അല്ലെങ്കിൽ കംപ്ലയിൻസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വേറെ ഒരു കപ്പിളിന് കാണാണ്. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു മാരീഡ് ലൈഫിൽ പല കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് അതുപോലെ വേണമെന്ന് തോന്നുകയാണ്. ഇപ്പം നിങ്ങളുടെ വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ അവർക്ക് ഇങ്ങനെ എപ്പോഴും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങളുടെ വൈഫിന് ആ രീതിയിൽ എപ്പോഴും ഗിഫ്റ്റൊക്കെ കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ നിങ്ങളടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയില്ല, എനിക്ക് നീ എപ്പോഴും ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിത്താ എന്നുള്ള രീതിയിൽ അവർ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡൊക്കെ എപ്പോഴും അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ആ കുട്ടിയുടെ ഹസ്ബൻഡൊക്കെ എപ്പോഴും അവളെ ട്രിപ്പ് കൊണ്ടുപോകും, അവൾക്ക് എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും. ഈ രീതിയിലായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ ഒരു ആവശ്യമായിട്ട് പറയില്ല, പക്ഷെ ചുറ്റുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കമ്പയർ ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തോന്നാത്ത രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവർക്കത് ആവശ്യമാണ്. അവരത് നിങ്ങളോട് ഡയറക്റ്റ് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇനി 5ാമത്തെ കാര്യം ടെസ്റ്റിംഗ് ഇമോഷണൽ റെസ്പോൺസ് ആണ്. അതായത് അവർ മേ ബി ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ട്രിഗർ ചെയ്ത് നോക്കും. അതായത് ഇപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് നിനക്ക് പഴയ പോലെ സ്നേഹമില്ലേ, അല്ലെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ ഒളിച്ചോടി പോവുകയാണെങ്കിൽ നീ എന്താ ചെയ്യുക, അങ്ങനെ ഓരോരോ കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇതൊരു ഗെയിം പോലെയല്ല അവർ കാണുന്നത്, അല്ലെങ്കിൽ ഇതൊരു തമാശ രീതിയിലല്ല അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ ഇമോഷണൽ റെസ്പോൺസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് എത്രമാത്രം സ്നേഹമുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോന്ന് ചോദിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്ന ഓരോ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയാൽ നീ വേറെ കല്യാണം കഴിക്കുമോ, അല്ലെങ്കിൽ ഞാനൊരു പുഴുവായിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കുമായിരുന്നോ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അവർക്ക് അവരുടെ ഒരു സ്ഥാനം നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രമാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു റെസ്പെക്ട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ജസ്റ്റ് അവരൊരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല. ഇത് ശരിക്കും അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷണൽ വാലിഡേഷൻ സീക്കിംഗ് ആണ്. അപ്പോൾ അവർക്കത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, നിങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ള ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർ ഈ രീതിയിലൊക്കെ അത് എക്സ്പ്രസ് ചെയ്ത് പോകുന്നതാണ്. അവർ വേണം വെച്ച് എക്സ്പ്രസ് ചെയ്യുന്നതല്ല, അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പോകുന്നതാണ്. സോ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.